എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി പൂവേ കുരുന്നു പൂവേ അതിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന് പറയുന്ന കവിതയും അതിലെ ആ കവിത മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മൾ പാഠഭാഗത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങളായിട്ട് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാഠഭാഗം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഒരു പക്ഷിയെ കാണാം. ഒരു പക്ഷിയെ നോക്കിയിരിക്കുന്ന കുട്ടിയെ കാണാം അല്ലേ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. മഴയെ നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. മഴവെള്ളം മണ്ണിൽ മറയുന്നു. പിന്നെ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാം? മരക്കൊമ്പിൽ ഒരു പക്ഷി നനഞ്ഞിരിക്കുന്നു. ഒരു കുട്ടി മരച്ചില്ലകൾക്കിടയിലൂടെ കൗതുകത്തോടെ പക്ഷിയെ നോക്കുന്നു. മഴത്തുള്ളികൾ മണ്ണിൽ വീണ് തെറിക്കുന്നു. മഴവിൽ വർണ്ണങ്ങളുള്ള ഒരു കിളിയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? മണ്ണിന് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചത്. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണ് അലിഞ്ഞു ചേരുന്ന ദൃശ്യം, അതുപോലെ തന്നെ ചെടികൾ മുളച്ചു വരുന്നതും അവ പൂത്തുലയുന്നതൊക്കെ നമ്മുടെ മണ്ണിൻ്റെ സ്വപ്നങ്ങളിലുള്ളതാണ്. പക്ഷികളും മൃഗങ്ങളും മണ്ണിൽ ആഹാരം തേടി നടക്കുന്നത്, മനുഷ്യർ മണ്ണിൽ കൃഷി ചെയ്യുന്നതും അധ്വാനിക്കുന്നതും, മരങ്ങളിൽ നിന്ന് പൂക്കളും ഇലകളും മണ്ണിലേക്ക് കൊഴിഞ്ഞു വീഴുന്നത്, പുഴകളും തോടുകളും മണ്ണിനെ തഴുകി ഒഴുകി പോകുന്നത്. ഓക്കെ, പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനമാണ്. ഒരു ചിത്രം അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോവാം. മണ്ണിൻ്റെ കിനാവുകൾ കവിത വായിക്കാം. നമുക്ക് കവിത നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂതുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകി പകർന്ന ജമന്തികൾ. അതായത് പൊൻവെയിലിൽ മുളച്ച മുക്കുറ്റികൾ, പൂനിലാവ് പോലെയുള്ള പൂച്ചെടി പോലെ നിൽക്കുന്ന തുമ്പകൾ, സന്ധ്യാസമയത്ത് ആകാശത്തിൻ്റെ ചുവപ്പും മഞ്ഞയും കലർന്ന നിറത്തിൻ്റെ ചന്തം മുഴുവൻ പകർന്നു കിട്ടിയ ജമന്തികൾ. അപ്പം നമ്മളിവിടെ ഓരോ പൂക്കളും ഇങ്ങനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്. മന്ന നക്ഷത്രം എന്ന പോൽ വേലിയിൽ മണ്ണണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ. അതായത് മഞ്ഞ നക്ഷത്രത്തെ പോലെ നമ്മുടെ വേലിയിൽ പടർന്ന്, അതായത് നമ്മുടെ ഇങ്ങനെ മതിലുകളും എല്ലാത്തിലും ഇങ്ങനെ പടർന്ന് മണ്ണണിഞ്ഞ് വിരിഞ്ഞ് നിൽക്കുന്നതാണ് കോളാമ്പികൾ അല്ലേ. പിന്നെ കാറ്റിന് സുഗന്ധം, എപ്പോഴും നമ്മളെ കാറ്റത്ത് ഇങ്ങനെ സുഗന്ധം നൽകിയ പനിനീർ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓരോന്നിനും വളരെ രസകരമായിട്ടാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അല്ലേ. ഓരോ പൂക്കളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പൂക്കളെല്ലാം നമ്മുടെ മണ്ണിൻ്റെ കിനാവുകളായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറും വാടാമലരുകൾ. രാത്രിയിൽ വിരിയുന്ന കുരുക്കുത്തി മുല്ലകൾ, രാത്രിയിൽ മാത്രം വിരിയുന്ന മുല്ലകളൊക്കെ ഇല്ലേ, അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ രാജമുദ്രയണിഞ്ഞ പോൽ ശോഭിക്കുന്ന കൃഷ്ണകിരീടം ചെന്താരുകൾ. പിന്നെ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോലെ മനോഹരമായ വാടമുല്ലകൾ എന്നിവയും മണ്ണിൻ്റെ കിനാവുകളാണ് എന്നാണ് കവിയോട് പറയുന്നത്. നമ്മുടെ അവസാന ഭാഗത്തേക്ക് പോവാണ്. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും, നീലവാനം മിഴികളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഈ ഒരു കവിത എഴുതിയത് ആരാണ്? പി. മധുസൂദനനാണ്. അദ്ദേഹത്തിൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്നതിലെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വരികളിൽ കവി എന്താണ് പറയുന്നത്? ധാരാളം പൂക്കൾ നമ്മുടെ ഭൂമിയുടെ മക്കളായി നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പിറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീലാകാശം കണ്ണുകളിലുള്ളവർ, വെള്ളത്തുള്ളികൾ കൊണ്ട് മാല അണിയുന്നവർ, ഏത് ചൂടിലും വാടാതെ അവർ നിൽക്കുന്നു, പിന്നെ ഏതിരുട്ടിലും അവർ പുഞ്ചിരിക്കുന്നു. മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുഞ്ചിരിക്കുക എന്നാണ്. ഇങ്ങനെയുള്ള പൂക്കൾ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നെ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഈ പൂക്കളെ നമുക്ക് കാണുമ്പോൾ കിട്ടുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനും കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ ഒരു ഒരു ആശയം എന്ന് പറയുന്നത്. ഓരോ പൂക്കളെക്കുറിച്ചും കവി വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ പൂക്കളെയും വളരെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ പൂക്കളൊക്കെ നമ്മുടെ മണ്ണിൻ്റെ കിനാവുകളായിട്ടാണ് അദ്ദേഹം
പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കവിതയിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കവിതാ ഭാഗം. വളരെ ചെറിയൊരു കവിതയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. പ്രവർത്തനങ്ങൾ അടങ്ങുന്ന വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അത് കാണണം, പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം. ഓക്കെ ആണല്ലോ? 5ാം ക്ലാസ്സിന് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്